പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും അതിൽ മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള 977 പേരുണ്ടെന്നും NIA. RSS നേതാവ് പാലക്കാട്ടെ ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പോപ്പുലർ ഫ്രണ്ടിന് ഭീഷണിയെന്ന് കരുതുന്നവരെ ഇല്ലാതാക്കാനാണ് ലിസ്റ്റെന്നും NIA പറയുന്നു. പ്രതികളായ മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ, KP അൻസാർ, KV സഹീർ എന്നിവരുടെ ജാമ്യാപേക്ഷയെ എതിർത്താണ് റിപ്പോർട്ട് നൽകിയത്. 69-ാം പ്രതി TA അയൂബിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 500 പേരുടെ വിവരങ്ങളുടെ ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്. 51-ാം പ്രതിയായ സിറാജുദ്ദീനിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ 240 പേരുകൾ കാണാം. ഒളിവിൽ കഴിയുന്ന 15-ാം പ്രതി അബ്ദുൽ വഹാബിന്റെ പേഴ്സിൽ നിന്ന് 5 പേരുടെ വിവരങ്ങൾ ഉൾപ്പെട്ട ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തി. മാപ്പുസാക്ഷിയായ വ്യക്തിയുടെ പക്കൽ നിന്ന് കണ്ടെത്തിയ ലിസ്റ്റിൽ 232 പേരുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇന്ത്യ 2047 എന്ന അജണ്ടയുടെ ഭാഗമായാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളെന്നാണ് NIA പറയുന്നത്. ശ്രീനിവാസന്റെ കൊലപാതകം ഈ അജണ്ടയുടെ ഭാഗമായിരുന്നു. PFIയുടെ നേതൃത്വത്തിൽ കേരളത്തിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വർഗീയ കലാപങ്ങളും ഭീകരപ്രവർത്തനങ്ങളും നടത്തുന്നതിനായി ഗൂഢാലോചന നടത്തിയതായി NIA വ്യക്തമാക്കുന്നു. സമീപകാലത്ത് കേരളത്തിലുണ്ടായ അക്രമ സംഭവങ്ങളിലും കൊലപാതകങ്ങളിലും ഇവരുടെ പങ്ക് കാണാൻ കഴിയുമെന്നും NIA വ്യക്തമാക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിന് ഭീഷണിയെന്ന് കരുതുന്നവരെ ഉൾപ്പെടുത്തി അതിൻ്റെ റിപ്പോർട്ടർ വിങ്ങാണ് ഹെഡ് ലിസ്റ്റ് തയ്യാറാക്കുന്നതെന്നാണ് NIA പറയുന്നത്. സ്വകാര്യ വിവരങ്ങൾ ഉൾപ്പെടെ ഇതിലുണ്ടാകും. ഈ വിവരങ്ങൾ ജില്ലാതലത്തിൽ ക്രോഡീകരിച്ച് സംസ്ഥാന നേതാക്കൾക്ക് കൈമാറുകയാണ് പതിവ്. ഈ വിവരങ്ങളെല്ലാം ഇടയ്ക്കിടെ പുതുക്കും. പിന്നീട് സർവീസ് വിങ്ങും ഹിറ്റ് ടീമും ഇവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അണികളെ പരിശീലിപ്പിക്കുന്നതിന് ഒരു ആയുധ പരിശീലന വിഭാഗവും പോപ്പുലർ ഫ്രണ്ടിനുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്.